നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഉദ്വേഗപൂർവ്വം സ്ഥാനാർത്ഥികളും നിരീക്ഷകരും വിലയിരുത്തുന്നവരുമെല്ലാം എങ്ങനെയാവും ഫലം എന്ന് കാത്തിരിക്കുന്നു. 13-ാം തീയതി വരെ കാത്തിരിക്കാത്ത നിർവാഹമില്ല. പക്ഷേ ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടം നടന്നു എന്ന് പൊതുവെ കരുതപ്പെടുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. തെരഞ്ഞെടുപ്പിന് മുൻപും അതുതന്നെയായിരുന്നു ഒരു നിഗമനം. പൊടിപാടുന്ന പോരാട്ടം തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നടന്നത്. അതിൻ്റെ പ്രധാന കാരണം കേരളത്തിൽ എവിടെയെങ്കിലും ഏറ്റവും ജെനുവിനായ ഒരു 3 കോർണേഡ് കോൺടെസ്റ്റ്, ത്രികോണ മത്സരം നടക്കുന്നുണ്ട് എങ്കിൽ അത് തിരുവനന്തപുരത്ത് തന്നെയാണ്. കാരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് എത്രത്തോളം സാധ്യതയുണ്ട്, കാരണം കേരളം മുഴുവൻ BJPക്ക് പിടിക്കാനുള്ളൊരു സാഹചര്യമായിട്ടില്ല എന്ന് ഏവരും സമ്മതിക്കും. പക്ഷെ അതിനുള്ള മിന്നലാട്ടങ്ങൾ കാണേണ്ടത് തിരുവനന്തപുരത്താണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സാമാന്യം നല്ല നേട്ടമുണ്ടായ മുൻ തെരഞ്ഞെടുപ്പുകൾ അതുമായി നോക്കുമ്പോൾ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി വിത്തിൻ ദി കോർപ്പറേഷൻ ലിമിറ്റ് BJP ആണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഇത് വെച്ച് 4 മണ്ഡലങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരിധിയിലുള്ള നിയമസഭാ സെഗ്മെൻ്റാണ്. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം. ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ BJPക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ തിരുവനന്തപുരം ഒഴിച്ച് മറ്റ് സ്ഥലങ്ങളിൽ, തിരുവനന്തപുരം നിയമസഭാ സെഗ്മെൻ്റ് ഒഴിച്ച് മറ്റിടങ്ങളിലെല്ലാം മുന്നിട്ട് നിൽക്കാൻ കഴിഞ്ഞത് BJPക്കാണ്. അത് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർക്ക് ലീഡുണ്ടായിരുന്നു. മറ്റിടങ്ങളിലുണ്ടായ ലീഡ് കൊണ്ടാണ് ശശി തരൂർ ജയിച്ചു വന്നത്. അതുകൊണ്ട് അതാണ് ബെഞ്ച് മാർക്കിങ്ങിൽ നമ്മളൊരു തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുമ്പോൾ ഒബ്ജക്റ്റീവ് പാരാമീറ്റേഴ്സ് അനുസരിച്ച് വേണമല്ലോ വിശകലനം ചെയ്യാൻ. ഒരു ബെഞ്ച് മാർക്കായി എടുക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ അവിടെ BJPക്ക് ആശിക്കാൻ വകയുണ്ട്. കോർപ്പറേഷനിൽ ഭൂരിപക്ഷം സീറ്റുകൾ വോട്ടെണ്ണം ചെയ്ത വോട്ടിൻ്റെ മാത്രം എണ്ണം അതുപോലെ പാർട്ടി അടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിൽ BJPക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട്. പക്ഷേ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അവിടെ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി LDF മാത്രമാണ് തിരുവനന്തപുരത്ത് ആധിപത്യം, കോർപ്പറേഷനിൽ ആധിപത്യം. അപ്പോൾ ആ ഒരു LDFൻ്റെ കുത്തക കഴിഞ്ഞ പ്രാവശ്യം വ്യക്തമായ ഭൂരിപക്ഷത്തിൽ തന്നെയാണ്. 52-53 സീറ്റുകളാണ് സ്വതന്ത്രന്മാർ ഉൾപ്പെടെ LDFന് ലഭിച്ചത്. അപ്പോൾ 101 മണ്ഡലങ്ങളുള്ളതിൽ, 101 വാർഡുകളുള്ളതിൽ 51എങ്കിലും LDFന് ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ LDF പ്രകടിപ്പിക്കുമ്പോഴും ഒരുപാട് നെഗറ്റീവ് ഫാക്ടേഴ്സ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉള്ളിൽ LDF ഫേസ് ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പക്ഷേ ഈ സ്ഥാനാർത്ഥി മേയർ സ്ഥാനാർത്ഥി ഇപ്പോഴും കൃത്യമായി മേയർ സ്ഥാനാർത്ഥി ആരെന്ന് LDFന് പറയാൻ കഴിയുന്നില്ല. UDFന് കൃത്യമായി പറയാൻ കഴിയുന്നുണ്ട്. അത് KS ശബരിനാഥനായിരിക്കും. BJPക്ക് ഒരു സൂചനയുണ്ട് ആരായിരിക്കും. പക്ഷേ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണെങ്കിൽ അത് IPSകാരിയായ ഒരു വനിതാ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്, ശ്രീലേഖ IPS. അല്ലായെങ്കിൽ തിരുവനന്തപുരത്ത് ശക്തനായ BJP നേതാവ് ഉണ്ട്. അപ്പം ഇവരാരെങ്കിലും ആകാം. പക്ഷേ കോൺഗ്രസിന് മാത്രമേ കൃത്യമായി മേയർ സ്ഥാനാർത്ഥി ഉള്ളൂ എന്ന് നോക്കണം. എന്നാൽ LDF ശക്തമായ ഈ ഗ്രാസ് റൂട്ട് ലെവൽ ബന്ധങ്ങളുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കി. പക്ഷേ പ്രതിരോധത്തിലാകാനുള്ള പ്രധാന കാരണം ആര്യ രാജേന്ദ്രൻ എന്ന മേയറുടെ ചെയ്തികളാണ്. ഒരു എളിയ നിലയിൽ നിന്നും വളരെ ചെറുപ്പക്കാരിയായി കടന്നു വരികയും പിന്നീട് 1-2 വർഷം കഴിഞ്ഞപ്പോൾ വലിയ ധാർഷ്ട്യമുള്ള രീതിയിലുള്ള സംസാരങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ കോർപ്പറേഷനിലെ വോട്ടർമാരുടെ മനസ്സിനെ ഒരു പരിധിവരെ മടുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാവാം ശ്രീമതി ആര്യ രാജേന്ദ്രൻ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിന്ന് തന്നെ മാറി നിൽക്കേണ്ടി വന്നു. മാറി നിൽക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടതുകൊണ്ടാവുമല്ലോ മാറി നിന്നത്. അവരുടെ തട്ടകം ഒരുപക്ഷെ ഭർത്താവിൻ്റെ സ്ഥലമായ കോഴിക്കോട്ടേക്ക്, സച്ചിൻ ദേവിൻ MLAയുടെ ഭാര്യ കൂടിയാണല്ലോ. അപ്പോൾ കോഴിക്കോട്ട് മേഖലയിലേക്ക് ഒരുപക്ഷെ പ്രവർത്തന മേഖല തന്നെ മാറ്റാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അപ്പോൾ ഒരു പ്രതിരോധത്തിൽ തന്നെയാണ് LDF. അത് മാത്രമല്ല, സംസ്ഥാന സർക്കാരിനെതിരെ പൊതുവെ ഉയർന്ന ആരോപണങ്ങൾ, പ്രത്യേകിച്ച് അഴിമതി ആരോപണം, ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ആരോപണം ഏറ്റവും അധികം ബാധിക്കാൻ സാധ്യതയുള്ള നഗര വോട്ടർമാർക്കിടയിൽ തന്നെയാണ്. അത് വിശ്വാസ സമൂഹമുണ്ട്, നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരുണ്ട്, ഗവൺമെൻറ് ജീവനക്കാരുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷേ LDFന് അനുകൂലമാകാവുന്നൊരു കാരണം താരതമ്യേന കുറഞ്ഞ ഒരു വോട്ടിംഗ് ശതമാനമാണ്. നോക്കൂ, ചരിത്രത്തിൽ അതിന് ഏറ്റവും താണ വോട്ടിംഗ് പെർസെൻറ്റേജ് 58 ഒരു ശതമാനമാണ്. 59-ൽ താഴെയാണ് നിലവിൽ. ഒരു പക്ഷേ അത് 1-2% കൂടി അന്തിമ കണക്കിൽ പോയാൽ പോലും കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ 60% താഴെ നിൽക്കും വോട്ടർ ടേൺ ഔട്ട്
ജില്ലയിൽ ആകമാനം ഉള്ളതും വളരെ കുറവാണ്. കേരളത്തിലെ ഏറ്റവും കുറവുള്ളത് പത്തനംതിട്ട ജില്ലയും തിരുവനന്തപുരം ജില്ലയുമാണ്. അവിടെ തന്നെ ഏറ്റവും കുറവ് 67% വോട്ട് മാത്രമാണ്. ഇപ്പം ഗ്രാമപ്രദേശങ്ങളിൽ പോലും തിരുവനന്തപുരത്ത് ഒരു മടുപ്പ് പ്രകടമായിരുന്നു. ഈ മടുപ്പിൻ്റെ അടിസ്ഥാനം LDFനെ സന്തോഷിപ്പിക്കുകയും ഒരേപോലെ തന്നെ ഞെട്ടിക്കുകയും ചെയ്യുന്നൊരു കാര്യമുണ്ട് തിരുവനന്തപുരത്ത്. കാരണം ഒരുപക്ഷെ നഗര വോട്ടർമാരുടെ ഇടയിൽ ഉണ്ടായ ഒരു വലിയ നിസ്സംഗതയുണ്ട്. LDFൻ്റെ ഈ വർഗ ബഹുജന സംഘടനകളും ഒക്കെ ഉണ്ട്. അവരൊക്കെ വോട്ട് ചെയ്യേണ്ടതാണ്, അവരൊക്കെയാണ് വോട്ട് എത്തിക്കുന്നത്. അതിന് കാഡർ സംവിധാനം, ഒരുപാട് മനസ്സ് മരവിപ്പിക്കുന്ന പല തീരുമാനങ്ങളും ഉണ്ടായി. അത് ആൻറ്റി ഇൻകമൻസി കൊണ്ടുണ്ടാകുന്നതാണ്, സർക്കാരിൻ്റെ തീരുമാനം കൊണ്ട് ഉണ്ടാകുന്നതാണ്. ആ വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ടോ, എല്ലാ LDF വോട്ടുകളും എത്തിയിട്ടുണ്ടോ, പരമ്പരാഗതമായി LDF അനുകൂല ആളുകൾ ഒരുപക്ഷെ ഈ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ അവരെ ആ വോട്ട് മരവിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു ചെറിയ സംശയമുണ്ട്. അത് വലിയ ഒരു എണ്ണം വരില്ല. അതേസമയം സന്തോഷത്തിൻ്റെ അനുഭവം LDFനുള്ളത് തങ്ങൾക്ക് മാത്രമാണ്. ഈ മൂന്ന് പാർട്ടികളിൽ BJP കേഡർ പാർട്ടിയാണ്, സമ്മതിക്കുന്നു. കോൺഗ്രസിന് അങ്ങനെ ഒരു കേഡർ സംവിധാനമില്ല. അതും പരസ്യമായ രഹസ്യമാണ്. അങ്ങനെയെങ്കിൽ തങ്ങളുടെ അവസാന വോട്ടും ഒരുപാട് ബെനിഫിഷ്യറീസ് ഉണ്ട്. LDF തന്നെ കൊണ്ടുവന്ന പല സ്കീമുകൾ, മുൻകാലത്ത് തന്നെ ഉള്ള ഒരുപാട് വികസന പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, അതിൻ്റെ എല്ലാം പ്രയോജനം ലഭിക്കുന്ന ഒരു നല്ല പങ്ക് അവരിലേക്ക് LDFൻ്റെ കാഡറിലൂടെ തങ്ങളാണത് കൊണ്ടുവന്നത് എന്ന് പറയാൻ സാധിക്കുന്നത് കൊണ്ട് പരമാവധി LDFന് ലഭിക്കേണ്ട അവസാന വോട്ടും പെട്ടിയിലാക്കിയിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമാണ്. അങ്ങനെയെങ്കിൽ പോളിംഗ് കുറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കും കോൺഗ്രസിനും അല്ലെ UDFനും NDAയ്ക്കും ദോഷകരമായി ഭാവിക്കും എന്നൊരു ചിന്തയും ഉണ്ട്. ഇനി കോൺഗ്രസ് നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി സംവിധാനത്തിലേക്ക് വരാം. കൃത്യമായ ഒരു ഹോംവർക്ക് എനിക്ക് തോന്നുന്നു ഇദം പ്രഥമമായി തിരുവനന്തപുരം നഗരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വളരെ മുൻപ് തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുകയും ആ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് തന്നെ കാര്യമായ കോലാഹലങ്ങൾ ഇല്ലാതെയാണ്. ചെറിയ പൊട്ടലും ചീറ്റലും എല്ലായ്പ്പോഴും ഉണ്ടാകുന്നത് പോലെ തിരുവനന്തപുരത്തും ഉണ്ടായി UDFൽ. അത് സത്യമാണ്, റിബലുകളും ഉണ്ട്. പക്ഷേ മുരളീധരൻ്റെ സാന്നിധ്യം, കരുണാകരൻ്റെ മകനാണെന്ന് ഓർക്കണം. കരുണാകരൻ ഒരുപക്ഷെ തൃശ്ശൂരോ മാളയിലോ ലഭിക്കുന്ന അതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത മുൻപൊക്കെ തിരുവനന്തപുരത്ത് ലഭിച്ചിട്ടുണ്ട്. കരുണാകരൻ്റെ ഒരു തട്ടകം കൂടിയാണ്. മുരളീധരൻ വട്ടിയൂർക്കാവ് MLA ആയിരുന്ന ആളുമാണ്. അതുകൊണ്ട് മുരളീധരന് വലിയ സ്വീകാര്യതയുള്ള ഒരു സ്ഥലം. മുരളീധരൻ ഏതാണ്ട് ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കുകയാണ്. പ്രചരണ രംഗത്ത് തേര് തെളിക്കാൻ ശ്രീകൃഷ്ണൻ്റെ സ്ഥാനത്ത് ശ്രീ മുരളീധരനും അർജുനൻ, വില്ലാളി വീരനായ അർജുനൻ്റെ സ്ഥാനത്ത് KS ശബരിനാഥനെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് ആദ്യം തന്നെ മറ്റ് രണ്ട് മുന്നണികളെയും ഞെട്ടിച്ചത് UDF ആണ്. പക്ഷേ UDFൻ്റെ ഒരു സംഘടനാ സംവിധാനം നമുക്കറിയാമല്ലോ, വളരെ ഒരു മന്ദഗതിയിൽ ചലിക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ്. പ്രചരണത്തിന് ആ വീറും വാശിയും ഒക്കെ എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്കറിയാമല്ലോ. പൊതുവേ അങ്ങനെയാണ് UDFൻ്റെ ഒരു സംവിധാനം. അതുകൊണ്ട് ലിവിങ് നോ സ്റ്റോൺ അൺടേൺഡ്, UDF has done a very good job. വളരെ ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികളെ KSUവിന് ജില്ലാ പ്രസിഡന്റിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തു. ഒരു വാർഡിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റിന് സ്ഥാനാർത്ഥിത്വം നൽകിയിരിക്കുന്നു. വൈഷ്ണ എന്ന് പറയുന്ന ചെറുപ്പക്കാരിയായ 24 വയസ്സുള്ള വൈഷ്ണയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാർക്ക് പരിചിതമായ മുഖങ്ങളെ മാറ്റി നിർത്തി, മാറാവാസന്മാരെ മാറ്റി നിർത്തി ഒരു ഫ്രഷ് ബ്ലഡ് അല്ലെ ഫ്രഷ് ഫേസസ് കൊണ്ടുവരികയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF. പിന്നെ ഘടകകക്ഷികളുമായി ചെറിയ അല്ലറ ചില്ലറ അസ്വാരസ്യങ്ങളുണ്ട്. മുസ്ലിം ലീഗുമായും മറ്റ് കൊച്ചു പാർട്ടികളുമായിട്ടൊക്കെ അസ്വാരസ്യങ്ങളുണ്ട്. ഇതൊക്കെ മറികടക്കാൻ ഒരുപക്ഷെ ആ ഒരു ഇനിഷ്യൽ സ്റ്റാർട്ട് മതിയാകുമോ? പക്ഷെ അന്തിമഘട്ടത്തിലെത്തുമ്പോൾ എൻ്റെ നിഗമനം കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFന് ഒറ്റയ്ക്ക് തിരുവനന്തപുരം നഗരസഭയിൽ അല്ലെങ്കിൽ കോർപ്പറേഷനിൽ ഭൂരിപക്ഷം ലഭിക്കാവുന്ന ഒരു അന്തരീക്ഷമില്ല. അത് നിഷ്പക്ഷമായി കാണുന്നവർ സമ്മതിക്കും. കാരണം 51 സീറ്റ് എന്ന് പറയുന്നത് നിലവിലുള്ള 10 സീറ്റിൽ നിന്നും എത്രയും മുന്നോട്ട് പോകണം, അതിന് തക്ക ഒരു വിഡ്ത്തില്ല. കാരണം ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായ ഒരുപാട് വോട്ടുകൾ ഇപ്പോൾ നിലവിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് BJP ആണ്. കോൺഗ്രസിൻ്റെ ഹിന്ദു വോട്ടുകളുടെ ഒരു നല്ല പങ്ക് BJP നഗരമേഖലയിൽ പിടിച്ചിട്ടുണ്ട്, പരമ്പരാഗതമായി ഈ അടുത്ത കാലത്ത് കൂടുതലായും. അതെല്ലാം തിരിച്ചെത്തിക്കാൻ തക്ക ഒരു വലിപ്പം കോൺഗ്രസിന് ഈ പ്രവർത്തനം കൊണ്ട് ഉണ്ടായോ എന്ന് സംശയമാണ്. ഇനി അവസാനമായി BJPയുടെ വൻപൻ പ്രതീക്ഷയിലേക്ക് കൂടി വരാം. കാരണം ഞാൻ നേരത്തെ തന്നെ ആമുഖത്തിൽ സൂചിപ്പിച്ചല്ലോ, ഭാരതീയ ജനതാ പാർട്ടിക്കാണ് ഇത് അഭിമാന പോരാട്ടം. കാരണം ഈ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം രാഷ്ട്രീയമായി. BJPക്ക് എല്ലായിടത്തും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആസാമിൽ ഉൾപ്പെടെ വൻപൻ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നു. കാശ്മീർ മേഖലയിൽ ഉൾപ്പെടെ ജമ്മുവിൽ ഉൾപ്പെടെ വലിയ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലും മാത്രം BJPക്ക് എന്തുകൊണ്ട് അഡ്രസ് ഇല്ലാതെ പോകുന്നു? അവിടെ തിരുവനന്തപുരം നഗരം എല്ലാവരും അറിയും, ചെറിയ ഗ്രാമപ്രദേശങ്ങൾ ഒരുപക്ഷെ അറിയില്ല കേരളത്തിലേത്.
അവിടെ തിരുവനന്തപുരം സംസ്ഥാന തലസ്ഥാനം BJP പിടിച്ചു എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി എന്നാണെങ്കിലും മതിയാകും, അതുണ്ടാക്കുന്ന ഒരു തരംഗം, വടക്കേ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന, BJPക്ക് ഉണ്ടാക്കുന്ന ഒരു അഭിമാനം. അതുകൊണ്ട് അവിടെ കൂടുതൽ വോട്ട് ലഭിക്കുമെന്നല്ല, അതുകൊണ്ട് ജനുവിന് BJPയുടെ ഒരു മനസ്സിലെ ഏറ്റവും വലിയ ദുഃഖമാണ് ഈ തെക്കോട്ട് തമിഴ്നാട് കേരളത്തിലേക്ക് വേരുകൾ വേണ്ട പോലെ പടർത്താൻ മറ്റുള്ളിടത്ത് ലഭിച്ച ഒരു കുതിച്ചുചാട്ടം തെക്കോട്ട് സാധിക്കില്ല. അത് പല കാരണങ്ങളാലാണ്, മതപരമായ കാരണങ്ങളാൽ, പല 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 കാരണങ്ങളാലാണ്. കേരളത്തിൻ്റെ ഒരു വൈവിധ്യം അതിനൊരു കാരണം തന്നെയാണ്. അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം, BJPക്ക് നന്നായിട്ടറിയാം. പക്ഷേ BJP ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിനെ ഉൾപ്പെടെ കാര്യമായി രംഗത്ത്, കോർപ്പറേഷൻ ഉള്ളിൽ തന്നെ നിരവധി ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിനെ ഉൾപ്പെടെ രംഗത്തിറക്കി. മുസ്ലിം കാൻഡിഡേറ്റ്സ് സ്വാഭാവികമായി BJPക്ക് ലിസ്റ്റിൽ വരുന്നത് അസ്വാഭാവികമാണ്, അതുണ്ടായിട്ടുമില്ല. അവിടെ എങ്ങനെയാണ്, അതൊക്കെയാണ് വളരെ സറ്റിൽ കാര്യങ്ങൾ. തീരദേശ മേഖല എങ്ങനെ പ്രതികരിക്കുന്നു, അത് വളരെ നിർണായകം. തീരദേശ മേഖലയിൽ പൊതുവെ കോൺഗ്രസ്സിന് കാര്യമായ വേരോട്ടമുള്ള സ്ഥലമാണ്. ഈ ഇടതുപക്ഷത്തിനും ചെറിയ ശക്തിയുണ്ട്. അവിടേക്ക് ലത്തീൻ കത്തോലിക്ക സമുദായത്തിലെ വോട്ടുകളിലേക്ക് ഉൾപ്പെടെ കടന്നു കയറാൻ കഴിയുന്നു. ഈ നാടാർ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള തിരുവനന്തപുരം നഗരത്തിന് തെക്കുള്ള പ്രദേശങ്ങളിലെ വോട്ടുകളിലേക്ക് സ്വാംശീകരിക്കാൻ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒക്കെ വേരുകളുള്ളിടത്തേക്ക് പടർന്നു കയറാൻ BJPക്ക് സാധിക്കുമോ? അത് വലിയ ഒരു ചോദ്യമാണ്. അതുമാത്രമല്ല, ഈ നഗര ഹൃദയത്തിലെ വോട്ടർമാർ ഏറ്റവും കൂടുതൽ നിസ്സംഗത കാണിക്കുന്നത് നഗരത്തിൻ്റെ മൊത്തം മധ്യത്തിൽ, ഹൃദയത്തിലുള്ള പാളയം, കിഴക്കേക്കോട്ട, സ്റ്റാച്യു, ആ ഒരു ഭാഗത്ത് അവിടെയൊക്കെ വോട്ടർമാരുടെ എണ്ണം പൊതുവെ കുറവാണ്. സർക്കാർ ജീവനക്കാരാണ്, അല്ലെങ്കിൽ ബിസിനസ്സുകാരാണ്, അങ്ങനെയുള്ള അവരെയൊക്കെ എത്തിക്കാൻ സാധിക്കുമോ? ഓരോ മേഖല തിരിച്ച് എങ്ങനെയാണ് വോട്ട് ചെയ്തത് എന്നുകൂടി അറിയേണ്ടതുണ്ട്. IG ആയിരുന്ന ശ്രീലേഖ IPSനെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുന്നു. ശാസ്താമംഗലം വാർഡിൽ, വനിതാ വാർഡാണ്. അവരുടെ ഭാഗത്തു നിന്ന് വന്ന ചില വീഴ്ചകൾ, പ്രത്യേകിച്ച് വോട്ടിംഗ് ദിനത്തിൽ അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു സർവേ ഫൈൻഡിങ് അനുസരിച്ച് BJPക്ക് 101-ൽ 60 സീറ്റിലധികം ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ സർവേയുടെ പോസ്റ്റർ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തത് വലിയ രീതിയിലൊരു വിവാദമാക്കി കോൺഗ്രസും CPM-ഉം എടുത്തതായി കാണാം. പെട്ടെന്ന് ഡാമേജ് കൺട്രോൾ മെഷേഴ്സ് എടുത്തു. എങ്ങനെയൊക്കെയാണ് ഇത് പ്രതിഫലിക്കുന്നത് എന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്നെങ്കിൽ മാത്രമേ അറിയൂ. അതുമാത്രമല്ല, BJPയുടെ രണ്ട് മരണങ്ങൾ സംഭവിച്ചു. ഒരു കോർപ്പറേറ്റർ, ഒരു സാമാജികൻ ദുരൂഹമായ സാഹചര്യത്തിൽ, പ്രത്യേകിച്ചൊരു ആരോപണ മധ്യേ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആരോപണം വന്നപ്പോൾ ജീവൻ ഒടുക്കിയത് ഒരു വലിയ ഞെട്ടലായിരുന്നു തുടക്കത്തിൽ തന്നെ. അത് മാറി വന്നപ്പോഴാണ് പിന്നീടൊരു സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ പോയ ഒരാൾ ആത്മഹത്യ ചെയ്തതും വലിയ രീതിയിലാണ് BJP പ്രതിരോധത്തിലാക്കിയത്. അതെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനാവും എന്ന പ്രതീക്ഷ BJP പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആകാൻ CPM-ഉം BJP-യും തമ്മിൽ കടുത്ത മത്സരം നടക്കുന്നു എന്ന ഒരു ചിത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ നൽകുന്നത്. പ്രത്യേകിച്ച് മൂപ്പിളമ തർക്കങ്ങളൊന്നും ഇല്ലാതെയും പക്ഷം പിടിക്കാതെയും എനിക്കങ്ങനെ മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. കോൺഗ്രസിൻ്റെ നില 10 സീറ്റിൽ നിന്നും ഏറെ മെച്ചപ്പെടും, അല്ലെങ്കിൽ UDF-ന് മൊത്തത്തിലുള്ള പ്രകടനം മെച്ചപ്പെടാം. നിലവിൽ CPM നയിക്കുന്ന LDF-ന് 52 സീറ്റുകളുമായി വ്യക്തമായ മേൽക്കൈയുണ്ട്. CPM ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുമാണ്. BJPക്ക് 35 സീറ്റുകളുണ്ട്. അതിൽ നിന്നും എത്ര മുന്നോട്ട് പോകാനാവും? ഇതാണ് പ്രധാനമായ ചോദ്യം. കോൺഗ്രസിനും മുന്നോട്ട് പോകാനാവും. അങ്ങനെയെങ്കിൽ ആരൊറ്റക്കക്ഷിയായാലും ശരി, 51 സീറ്റുകളുമായി ഏതെങ്കിലും ഒരു കക്ഷിക്ക് നിർണായക വിജയം നേടാവുന്ന സാഹചര്യമുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷെ BJPയുടെ പ്രചരണത്തിൽ BJPക്ക് അത് സാധിക്കും എന്ന് പ്രചരണം നടത്തുന്നു. LDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. തങ്ങളുടെ പരമ്പരാഗതമായ കോട്ട തങ്ങൾ കാത്തു സൂക്ഷിക്കും എന്ന്. കോൺഗ്രസ് ഒരിക്കലും അധികാരം തിരുവനന്തപുരത്ത് പിടിക്കുമെന്ന് 6 കോർപ്പറേഷനുകളിൽ എറണാകുളവും തൃശ്ശൂരും കണ്ണൂർ നിലനിർത്തുമെന്നും എറണാകുളവും തൃശ്ശൂരും പിടിക്കുമെന്നും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയോ UDF-ഓ കോർപ്പറേഷൻ അങ്ങ് പിടിക്കുമെന്ന രീതിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല. പരമാവധി 40 സീറ്റൊക്കെ കിട്ടും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത്രയും കിട്ടാനുള്ള സാധ്യത കുറവുമാണ്. അതുകൊണ്ട് ഒരു ഹങ് സിറ്റുവേഷൻ, തൂക്കസഭ ഉണ്ടായാൽ ഞാൻ അത്ഭുതപ്പെടില്ല. പലരും അങ്ങനെയാണ്. ഒരുപക്ഷെ ഫലം വരുമ്പോൾ അങ്ങനെ ആകണമെന്നില്ല. കാരണം ഇതൊന്നും മുൻകൂട്ടി അങ്ങനെ കൃത്യമായ നമ്പറൊന്നും പ്രവചിക്കാനാവില്ല. അതിനുള്ള വരമൊന്നും ലോകത്ത് ആർക്കും ലഭിച്ചിട്ടില്ല, എനിക്ക് ലഭിച്ചിട്ടില്ല. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നിലവിലുള്ള നമ്പേഴ്സിനെ മാത്രമല്ലേ നമുക്ക് ആസ്പദമാക്കി എടുക്കാനാവൂ. അതുകൊണ്ട് ഒരു പുതിയ മേയറെ തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ ആ മേയർ ആരായിരിക്കണം? ആ മേയർ
ഒരു ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല എങ്കിൽ UDF-ഉം LDF-ഉം ചേർന്ന് നിന്നുകൊണ്ട് BJP ഒഴിവാക്കാനായി ഒരു മേയറെ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആളിനെയോ CPM മുന്നോട്ട് വെക്കുന്ന ആളിനെയോ തിരഞ്ഞെടുക്കാൻ ഒരുപക്ഷെ മറ്റേ പാർട്ടി സമ്മതിക്കണം എന്നില്ല. ഒരു നീക്കുപോക്ക് സ്പീക്കർ അല്ലെങ്കിൽ നീക്കുപോക്ക് മേയർ സ്ഥാനാർത്ഥി ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. BJPക്കാണ് ഭൂരിപക്ഷം വ്യക്തമായി ലഭിക്കുന്നതെങ്കിൽ കൃത്യമായി BJP പറയുന്ന ആൾ മേയർ സ്ഥാനത്ത് വരികയും ചെയ്യും. ആരാണ് മേയർ സ്ഥാനത്ത് വന്നെങ്കിലും ഏറ്റവും അധികം വിസിബിലിറ്റി കേരളത്തിൽ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും മന്ത്രിമാർക്കും ഒക്കെ ശേഷമുള്ള ഏറ്റവും വലിയ വിസിബിലിറ്റി തലസ്ഥാനത്ത് ലഭിക്കുന്നത് മേയർക്കാണ്. കാരണം വിദേശ രാജ്യ തലവന്മാർ വന്നാൽ പോലും പ്രോട്ടോകോൾ അനുസരിച്ച് മേയറുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. ദേശീയ രാഷ്ട്രീയത്തിൽ പ്രധാനമന്ത്രി വന്നാലും പ്രസിഡന്റ് വന്നാലും ആ വേദിയിൽ മേയർക്കൊരു ഇരിപ്പിടം ഉണ്ടാകും. അതുകൊണ്ട് ആരാകുന്നു മേയർ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരം നഗരം ഏറ്റവും അധികം ചർച്ചാ വിഷയം ആകുന്നതും ഈ ഉദ്വേഗം കൊണ്ടാണ്.